വിചിത്രമാണ് പാകിസ്ഥാൻ്റെ ചരിത്രം. ജനാധിപത്യ സർക്കാരുകളേക്കാൾ സൈന്യമാണ് എന്നും രാജ്യത്ത് ആധിപത്യം പുലർത്തിയത്. നിരവധി തവണ സൈനിക അട്ടിമറിയെ രാജ്യം നേരിട്ടു. ജനാധിപത്യ സർക്കാരുകൾ സൈന്യത്തിൻ്റെ കയ്യിലെ പാവകളായി മാറി. പഹൽഗാം ഭീകരാക്രമണവും തുടർന്ന് ഇന്ത്യയുടെ മറുപടിയായ ഓപ്പറേഷൻ സിന്ദൂറുമെല്ലാം പാകിസ്ഥാൻ്റെ ബലഹീനതകൾ തുറന്നുകാട്ടി. US-നോട് ആശയവിനിമയം നടത്തിയത് പ്രധാനമന്ത്രിയല്ല, സൈനിക മേധാവിയായിരുന്നു. അസീം മുനീർ എന്ന സൈനിക മേധാവി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ നിയന്ത്രിക്കുന്ന അവസ്ഥ. പാകിസ്ഥാൻ്റെ ദൗർബല്യങ്ങളെല്ലാം ലോകം കണ്ട നാളുകളായിരുന്നു അത്. ഇപ്പോഴിതാ പാകിസ്ഥാനിൽ അസീം മുനീർ കൂടുതൽ പിടിമുറുക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. സ്വന്തം അധികാരം ഉറപ്പിക്കാനായി ഭരണഘടന ഭേദഗതി ചെയ്യാൻ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ട്. ഇക്കാര്യം PPP അധ്യക്ഷൻ ബിലാവൽ ഭൂട്ടോ സർദാരിയാണ് വെളിപ്പെടുത്തിയത്. ഭരണഘടനാ ഭേദഗതിക്കായി പിന്തുണ തേടി പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് PPPയെ സമീപിച്ചതായാണ് അധ്യക്ഷൻ ബിലാവൽ വാർത്താ ഏജൻസികളോട് പറഞ്ഞത്. ഭേദഗതിയിൽ ഭരണഘടനാ കോടതികളും ജഡ്ജിമാരുടെ സ്ഥലംമാറ്റവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ ആർട്ടിക്കിൾ 243 മാറ്റങ്ങളാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. പാകിസ്ഥാൻ്റെ ഭരണഘടന അനുസരിച്ച് ഫെഡറൽ സർക്കാരിനാണ് സായുധ സേനയുടെ നിയന്ത്രണവും കമാൻഡും ഉണ്ടായിരിക്കേണ്ടത്. എന്നാൽ ആർട്ടിക്കിൾ 243 പരിഷ്കരിക്കാനുള്ള നീക്കത്തിലൂടെ സൈന്യത്തിൻ്റെ സ്വാധീനം കൂടുതൽ വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ. പാകിസ്ഥാനിൽ പരമാധികാരിയാകാനുള്ള നീക്കങ്ങൾ അസീം മുനീർ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. ഇന്ത്യ പാക് സംഘർഷത്തിന് ശേഷം മുനീറിനെ പാകിസ്ഥാൻ ഫീൽഡ് മാർഷലായി ഉയർത്തിയിരുന്നു. എന്നാൽ ഫീൽഡ് മാർഷൽ പദവി നിലവിൽ പാകിസ്ഥാൻ ഭരണഘടന പ്രകാരം നിയമപരമായി സാധുതയില്ലാത്തതാണ്. ഈ വർഷം നവംബർ 28-നാണ് മുനീർ വിരമിക്കേണ്ടത്. ഇത് മുന്നിൽ കണ്ടുള്ള നീക്കമാണ് നടത്തുന്നതെന്നാണ് വിലയിരുത്തൽ. ആർട്ടിക്കിൾ 243 ഭേദഗതി ചെയ്യുന്നത് മുനീറിന് ദീർഘകാലത്തേക്ക് സ്ഥാനം നൽകാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണെന്നാണ് വിലയിരുത്തൽ. 1973-ൽ ഭരണഘടന നിലവിൽ വന്ന ശേഷം ആദ്യമായാണ് ഒരാളെ ഫീൽഡ് മാർഷലായി ഉയർത്തുന്നത്. അതിനാൽ ഇത് ഭരണഘടനയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടെന്നാണ് പാകിസ്ഥാൻ നിയമകാര്യ സഹമന്ത്രി അഖീൽ മാലിക് വിശദീകരിക്കുന്നത്. സൈനിക അധികാരം ഏകീകരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. 27ാമത് ഭരണഘടനാ ഭേദഗതി ഉടൻ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുമെന്ന് ഷെഹ്ബാസ് ഷെരീഫ് സർക്കാർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പാക് പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദാർ ഈ റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ചു. 27ാമത് ഭേദഗതിക്ക് കീഴിലുള്ള മാറ്റങ്ങളിൽ കരസേനാ മേധാവിയുടെ നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്നതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരെ പുനഃസ്ഥാപിക്കൽ, ജഡ്ജിമാരുടെ സ്ഥലമാറ്റം സംബന്ധിച്ച കാര്യങ്ങൾ എന്നിവയും ഭേദഗതിയിൽ വരുന്നുണ്ട്. സെനറ്റിലും ദേശീയ അസംബ്ലിയിലും ഭേദഗതി പാസാക്കാൻ സർക്കാരിന് 2/3 ഭൂരിപക്ഷം വേണം. 336 അംഗങ്ങളുള്ള ദേശീയ അസംബ്ലിയിൽ 233 അംഗങ്ങളുടെ പിന്തുണയുള്ളതിനാൽ ആവശ്യമായ അംഗബലമുണ്ട്. സെനറ്റിൽ 61 അംഗങ്ങൾ മാത്രമേ ഉള്ളൂ. ആവശ്യമായ 3/2 ഭൂരിപക്ഷം ലഭിക്കാൻ കുറഞ്ഞത് 3 പ്രതിപക്ഷ അംഗങ്ങളുടെ പിന്തുണയും ആവശ്യമാണ്.